അപ്പോൾ ഇതിന് മുന്നിലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഐറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ഷെയർ ക്യാറ്റിനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഐറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാറ്റിന് ഇപ്പം കിറ്റൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 3 കിറ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഐറിസ് എന്ന് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അങ്ങനെ ബൈ കളറിൽ ഉള്ള ഒരു ക്യാറ്റായിരുന്നു. അപ്പോൾ അവളെപ്പോലെ തന്നെ 2 ബൈ കളറും അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ കളർ. ഈ കളറിന് പറയുന്ന പേര് ലൈലാക്ക് എന്നാണ്. ഈ കളറിന് പറയുന്ന പേര്. പിന്നെ ലൈലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ ബ്ലൂ ആൻഡ് വൈറ്റ്, അങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ സെയിൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും അല്ല. ഇത് മിക്കവാറും ഇതിൻ്റെ അകത്ത് 1-2 നമ്മൾ തന്നെ നിർത്താനാണ് സാധ്യത. കാരണം അത്യാവശ്യം റെയർ ആയിട്ടുള്ള കളറ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ എനിക്കൊന്ന് ഈ ക്യാറ്റ് ബ്രീഡ് ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് നമ്മുടെ ഇവിടെയൊക്കെ വളരെ റെയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഈ പറഞ്ഞാൽ ഇവരെ ഒന്ന് നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ക്യാറ്റിനെ ബ്രീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഡോഗിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ നേരത്തെ ഇവരെയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഡോഗ്സിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ക്യാറ്റ്സിൻ്റെ കിറ്റൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയായിരുന്നു ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണോ ഇവളുടെ ഇത് ഗുണമാണോ എന്നറിയത്തില്ല. ഇത് കിറ്റൻസിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഡെലിവറി അതുപോലെ തന്നെ അത് കഴിച്ചിട്ടുള്ള കിറ്റൻസിനെ നോക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഐറിസ് തന്നെ എല്ലാം ടേക്ക് കെയർ ചെയ്തു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എളുപ്പവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഡോഗ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫോളോവേഴ്സിൽ എനിക്ക് തോന്നുന്നു കിറ്റൻസും അല്ലെങ്കിൽ ക്യാറ്റ് ലവേഴ്സൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ കിറ്റൻസിനെയോ അല്ലെങ്കിൽ ക്യാറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പേജും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത് കേട്ടോ.